പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂള് 2 ആണ്. അതിലെ 12 ചാപ്റ്ററാണ് വരുന്നത് കേട്ടോ. അതിൽ മൊഡ്യൂൾ 2 വരുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതിൽ ചാപ്റ്റർ 12 മാരേജ് എന്ന് പറഞ്ഞാൽ വിവാഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള വിവാഹങ്ങൾ വരുന്നുണ്ട്. അവയെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാരേജ്? എന്താണ് വിവാഹം? അതിന്റെ ആൻസർ നോക്കൂ. നമ്മുടെ ഗൈഡിലെ 71-ാമത്തെ പേജിലാണ് വരുന്നത് കേട്ടോ. സാർവലൗകിക സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് വിവാഹം. സാർവലൗകിക സാമൂഹ്യ സ്ഥാപനം. സാർവലൗകികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും, അതായത് ഈ ലോകങ്ങളിലെ എല്ലാ ആളുകൾക്കും വേണ്ട ഒരു മൊത്തത്തിൽ ഉള്ള ഒരു സാമൂഹ്യ സ്ഥാപനം എന്നാണ് വിവാഹം. ഇവിടെ നമ്മൾ ഈ വിവാഹത്തിനെ സ്ഥാപനം എന്ന പേരിലാണ് അറിയപ്പെടുക കേട്ടോ. അതായത് ഈ സോഷ്യോളജിയിൽ നമ്മൾ വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ ഒന്നായിട്ടാണ് മാരേജ്, വിവാഹത്തെ അറിയപ്പെടുക. ഇവിടെ സാർവലൗകിക സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് വിവാഹം. സ്ത്രീ പുരുഷന്മാരെ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനമാണ് വിവാഹം. സ്ത്രീ പുരുഷന്മാരെ കുടുംബജീവിതത്തിലേക്ക്, അല്ലെ, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേരുമ്പോഴാണ് അവിടെ മറ്റൊരു കുടുംബം ഉണ്ടാകുന്നത്. സ്ത്രീ പുരുഷന്മാരെ കുടുംബജീവിതത്തിലേക്ക് നയിക്കുന്ന സ്ഥാപനമാണ് വിവാഹം. വിവാഹവും കുടുംബവും പരസ്പരം പൂരകങ്ങളാണ്. വിവാഹം നടക്കുമ്പോഴാണ് അവിടെ കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് വിവാഹവും കുടുംബവും പരസ്പര പൂരകങ്ങളാണ് എന്ന് പറഞ്ഞത്. മനുഷ്യവംശത്തിന്റെ തുടക്കം മുതൽ നിലനിന്നു പോരുന്ന ഏറ്റവും പ്രാചീനവും അടിസ്ഥാനപരവുമായിട്ടുള്ള സാമൂഹിക സ്ഥാപനമാണിത്. അതായത് മനുഷ്യൻ എന്നാണോ ഈ ലോകത്ത് നിലവിൽ വന്നത്, ആ കാലം മുതലേ ഉള്ള ഒരു കാര്യമാണ് വിവാഹം. ഈ കാര്യങ്ങളാണ് വിവാഹത്തെ കുറിച്ച് പറഞ്ഞത്. നെക്സ്റ്റ്, രണ്ടാമത്തത് ഡിഫൈൻ മാരേജ്. മാരേജിനുള്ള ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ഒരു പുരുഷനോ ഒന്നിലധികം പുരുഷന്മാരോ, ഒരു സ്ത്രീയുമായോ ഒന്നിലധികം സ്ത്രീകളുമായോ സമൂഹമോ നിയമമോ അംഗീകരിച്ച ചില ആചാരാനുഷ്ഠാനങ്ങളോടെ ഇരു കൂട്ടർക്കും ബാധകമായ ചില നിബന്ധനകൾക്ക് വിധേയമായി പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്നതും അവർക്ക് കുട്ടികളുണ്ടാവുകയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദിഷ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടേണ്ടതുമായ ഒരു ആചാരമോ കരാറോ ആണ് വിവാഹം. 2-3 കാര്യങ്ങളാണ് വിവാഹത്തിന്റെ നിർവചനത്തിൽ പറയുന്നത്. ഒന്നാമത്തത്, ഒരു പുരുഷനോ ഒന്നിലധികം പുരുഷന്മാരോ, ഒരു സ്ത്രീയുമായോ ഒന്നിലധികം സ്ത്രീയുമായിട്ടോ വിവാഹം കഴിക്കുക. അപ്പോൾ പുരുഷനും സ്ത്രീകളും തമ്മിൽ നടക്കേണ്ടതാണ് വിവാഹം. ഇവിടെ സമൂഹമോ നിയമമോ അംഗീകരിച്ച ചില ആചാര അനുഷ്ഠാനങ്ങളോടെ, സമൂഹവും അതുപോലെ തന്നെ നിയമവും, ഓരോ മതമനുസരിച്ച ആചാരങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നിയമപ്രകാരമായിട്ട്, ആ നിയമം അനുസരിക്കുന്ന ആചാരം ഉണ്ടല്ലോ, അത് പ്രകാരമോ ആയിരിക്കണം വിവാഹം. ഇരു കൂട്ടർക്കും ബാധകമായ ചില നിബന്ധനകൾക്ക് വിധേയമായി പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വിവാഹം. അപ്പൊ ഇരു കൂട്ടർക്കും അവരുടേതായിട്ടുള്ള നിബന്ധനകൾ ഈ വിവാഹ സമയത്ത് പറയേണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള പരസ്പര ബന്ധത്തിൽ, ഈ നിബന്ധനകൾക്ക് വിധേയമായി പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് വിവാഹം. ഇനി ഈ ബന്ധത്തിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തണം. ആ ഉത്തരവാദിത്വം കൂടെ ആർക്കുണ്ടായിരിക്കും? ഈ വിവാഹത്തിൽ ഏർപ്പെട്ട ആളുകൾക്കുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ആചാരം അല്ലെങ്കിൽ കരാറ്, ഇവയെയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇനി അതിന്റെ താഴെ കൊടുത്തത് കണ്ടോ, പുനരുൽപാദനാർത്ഥം കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ട മാർഗമാണ് വിവാഹം. മാരേജിന്റെ മറ്റൊരു ചെറിയൊരു ഡെഫിനിഷനാണ്. പുനരുൽപാദനാർത്ഥം കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ട മാർഗം. പുനരുൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം, കുടുംബത്തിലൂടെ ഉണ്ടാക്കുന്നത്, അതാണ് പുനരുൽപാദനം
കുടുംബം സ്ഥാപിക്കുന്നതിനുള്ള സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ട ഒരു മാർഗം, അതിനുള്ള ഒരു മാർഗമാണ് ഇത് വിവാഹം എന്നുള്ളത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ മോണോഗമി. ഏകപത്നിത്വം അഥവാ ഏകപത്നിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഏകപത്നി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ് ഇതിൽ വരുന്നത് കേട്ടോ. അതായത് ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു ഭാര്യ മാത്രം എന്നതാണ് ഈ വിവാഹ രീതി. മോണോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ഭാര്യ. അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹ രീതി ഉണ്ടല്ലോ, ഒരു വ്യക്തി, ഒരു പുരുഷന് ഒരു ഭാര്യ, അതിനെയാണ് മോണോഗമി എന്ന് പറയുന്നത്. ഒരാളെ മാത്രം വിവാഹം ചെയ്യാൻ അനുവാദമുള്ളൂ. എല്ലാ സമൂഹങ്ങളിലും പൊതുവെ അംഗീകരിക്കപ്പെടുന്ന വിവാഹ മാതൃകയാണ് ഈ ഒരു മാതൃക. ഇനി നെക്സ്റ്റ് നോക്കൂ, 72ാമത്തെ പേജിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ പോളിഗമി. എന്താണ് ബഹുഭാര്യത്വം അല്ലെങ്കിൽ ബഹുഭർത്തൃത്വം? അതാണ് പോളിഗമി. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുണ്ടാവുക, അതാണ് പോളിഗമി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാര് ഉണ്ടാവുക. ഈ വിവാഹ മാതൃക അനുസരിച്ച് ഒരു പുരുഷന് 2 അതിലധികമോ ഭാര്യമാരെ ഒരേ സമയം വിവാഹം ചെയ്യുവാൻ സാധിക്കും. ഇത്തരം വിവാഹ മാതൃക നിലനിൽക്കുന്നത് പ്രാചീന കാല സമൂഹങ്ങളിലാണ്. ഇപ്പോൾ നമ്മുടെ കാലഘട്ടങ്ങളിലൊന്നും അതില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാര് ഉണ്ടായിരുന്നു. അതിനെയാണ് പോളിഗമി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ പോളിയൻട്രി. ഇവിടെ പോളിയൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭർത്തൃത്വം. ഈ വിവാഹം അനുസരിച്ച് ഒരു സ്ത്രീക്ക് 2 അതിലധികമോ പുരുഷന്മാര് ഭർത്താവായിട്ട് സ്വീകരിക്കാൻ സാധിക്കും. ഒരു സ്ത്രീക്ക് 2 അതിലധികമോ ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതാണ് പോളിയൻട്രി, ബഹുഭർത്തൃത്വം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിവാഹ മാതൃക കാണപ്പെടുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ഹിൽസിലാണ്. ഇത്തരത്തിലുള്ള ബഹുഭർത്തൃത്വം എന്നുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എൻഡോഗമി. എന്താണ് സ്വകുല വിവാഹം? അതായത് സ്വന്തം വംശത്തിൽ നിന്നുള്ള വിവാഹത്തിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. ഒരേ വംശത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള വിവാഹമാണ് എൻഡോഗമി. ഒരു ജാതിയിലുള്ള ആൾ അതേ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്ന രീതിയാണ് ഇതിന് ഉദാഹരണം. അപ്പോൾ ഒരേ കുലത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരേ ജാതിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ പരസ്പരം വിവാഹം നടത്തുന്നതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എക്സോഗമി. എക്സോഗമി എന്ന് പറഞ്ഞാൽ പരകുല വിവാഹം. പരകുല വിവാഹം എന്നാൽ എന്ത്? എൻഡോഗമിയുടെ ഓപ്പോസിറ്റ് ആണ് എക്സോഗമി. ഒരു വംശത്തിൽ ഉള്ളയാള് അന്യവംശത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന രീതിക്കാണ് എക്സോഗമി എന്ന് പറയുന്നത്. അതായത് 2 വംശത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം നടത്തുകയാണെങ്കിൽ അതിനെ എക്സോഗമി എന്ന് പറയുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഡിഫൈൻ അനുലോമ അല്ലെങ്കിൽ ഹൈപ്പർഗമി എന്ന് പറയും. അതായത് ഉന്നത ജാതിക്കാരനായ പുരുഷൻ താഴ്ന്ന ജാതിക്കാരിയായ സ്ത്രീയെ വിവാഹം കഴിക്കുക, അതിനെയാണ് അനിലോമ അല്ലെങ്കിൽ മിശ്ര ജാതി വിവാഹം എന്ന് പറയുന്നത്. ഇവിടെ പുരുഷൻ ഉയർന്ന ജാതിയിൽപ്പെട്ടയാളാണ്, സ്ത്രീ താഴ്ന്ന ജാതിയിൽപ്പെട്ടതാണ്. ഇതിനെയാണ് അനിലോമ അല്ലെങ്കിൽ മിശ്ര വിവാഹം, ഹൈപ്പർഗമി എന്നെല്ലാം പറയുന്നത്. സമൂഹത്തിലെ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും അനുവദിക്കപ്പെട്ടതാണ് അനുലോമ വിവാഹം. അനുലോമ വിവാഹം സമൂഹത്തിലെ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കുമാണ് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രതിലോമ വിവാഹം. 10ാമത്തെ ക്വസ്റ്റ്യൻ കണ്ട. ഡിഫൈൻ പ്രതിലോമ അല്ലെങ്കിൽ ഹൈപ്പോഗമി. എന്താണ് പ്രതിലോമ വിവാഹം? പ്രതിലോമ മിശ്ര വിവാഹത്തിൽ താഴ്ന്ന ജാതിയിലെ പുരുഷൻ ഉയർന്ന ജാതിയിലെ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. ഇവിടെ പുരുഷൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടയാളാണ്, സ്ത്രീ ഉയർന്ന ജാതിയിൽപ്പെട്ടയാളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള വിവാഹം പ്രോത്സാഹിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഇതാണ് പ്രതിലോമയും അതുപോലെ തന്നെ അനുലോമയും വരുന്നത്. അതിന് നെക്സ്റ്റ് 73ാമത്തെ പേജിൽ നോക്കൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഹിന്ദു മാരേജ് ഈസ് എ സാക്രമെന്റ് വിത്ത്
which purifies a person. State this statement is right or wrong. ഹിന്ദു വിവാഹം എന്നത് ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധമായ ഒരു ആചാരമാണ്. ഈ പ്രസ്താവന ശരിയെങ്കിൽ വിശദീകരിക്കുക. ഇവിടെ ഹിന്ദു മതപ്രകാരം വിവാഹം എന്നുള്ളത് ഒരു പരിശുദ്ധമായിട്ടുള്ള ആചാരമാണ്. അതിന്റെ ആൻസർ നോക്കൂ. ഹിന്ദു സമൂഹത്തിൽ വിവാഹം എന്നത് പരിശുദ്ധമായ ഒരു ആചാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് വ്യക്തികളെ ശുദ്ധീകരിക്കുന്ന ആചാരമായി കാണുന്നു. അപ്പോൾ ഒരു വിവാഹം ഹിന്ദു സമൂഹത്തിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന ആചാരമായിട്ടാണ് ഹിന്ദു മതത്തിൽ കാണുന്നത്. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് മതപരമായ കാര്യം കൂടിയാണിത്. ഹിന്ദു മതവിശ്വാസ പ്രകാരം വിവാഹമോചനം എന്ന കാര്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ വിവാഹം എന്നത് രണ്ട് ആത്മാക്കളുടെ പരസ്പര കൂടിച്ചേരലാണ്. രണ്ട് ശരീരങ്ങൾ മാത്രമല്ല, രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള പരസ്പര കൂടിച്ചേരലാണ്. വിവാഹ കർമ്മത്തിൽ പുരോഹിത സ്ഥാനം വഹിക്കുന്നത് ഒരു ബ്രാഹ്മണനായിരിക്കും. വിവാഹത്തിന് കർമ്മങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതിന് നേതൃത്വം വഹിക്കുന്നത് ആരായിരിക്കും? ഒരു ബ്രാഹ്മണനായിരിക്കും. വിവാഹം എന്ന കർമ്മത്തിലൂടെ വരനും വധുവും ജീവിതത്തിന്റെ കടം ഏറ്റെടുക്കുന്നതിനൊപ്പം പരസ്പര വിശ്വാസത്തിലേക്ക് കൂടി കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ പരസ്പരമുള്ള ബാധ്യത, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടുമുള്ള ബാധ്യതകൾ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം അവര് പരസ്പരം വിശ്വാസത്തിലേക്ക് കൂടെ കടക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള ആചാരമായിട്ടാണ് ഹിന്ദു വിവാഹത്തെ ഹിന്ദു മതത്തിൽ കണക്കാക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ, 74ാമത്തെ പേജിലാണ് കേട്ടോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാരേജ് എമംഗ് ദ ഹിന്ദു. ഹിന്ദു വിവാഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഹിന്ദു വിവാഹത്തിന് പ്രധാനമായിട്ട് 3 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ധർമ്മം, ചുമതല. ഏതൊരു വ്യക്തിയുടെയും ചുമതലയാണ് വിവാഹത്തിലൂടെ ഉണ്ടാകുന്നത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചുമതലകൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉത്തരവാദിത്തങ്ങൾ വരുന്നത് വിവാഹത്തിലൂടെയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ധർമ്മം. രണ്ടാമത്തത് പ്രജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശവർധനം, അതായത് ധാരാളം സന്താനങ്ങളെ, കുട്ടികളെ ഉണ്ടാക്കുക. സന്താനവർധനവാണ് രണ്ടാമത്തെ ലക്ഷ്യം വരുന്നത്. രണ്ടാമത്തത് പ്രജ, വംശവർധന. മൂന്നാമത്തത് രതി, സുഖാനുഭൂതി. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സുഖാനുഭൂതിയാണ് വിവാഹം കൊണ്ട് മറ്റൊരു ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന് ധർമ്മം, 2 പ്രജ, 3 രതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ട്രഡീഷണൽ ഫോംസ് ഓഫ് ഹിന്ദു മാരേജ്. ഹൈന്ദവ വിവാഹത്തിന്റെ പരമ്പരാഗത രീതികൾ ഏതെല്ലാം? ഹൈന്ദവ വിവാഹത്തിന്റെ പരമ്പരാഗത രീതികൾ. വിവാഹത്തിന് സ്മൃതികൾ 8 രീതികളാണ് നിർദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 8 രീതിയിലുള്ള വിവാഹങ്ങളാണ് വരുന്നത്. ഒന്നാമത്തത് ബ്രഹ്മവിവാഹം. അതായത് ബ്രഹ്മചര്യാശ്രമം വിജയകരമായി തരണം ചെയ്ത ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിവാഹമാണ്. ബ്രഹ്മചര്യാശ്രമം വിജയകരമായി തരണം ചെയ്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള വിവാഹമാണ് ബ്രഹ്മവിവാഹം. ബ്രാഹ്മണർക്ക് അനുയോജ്യമായതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മവിവാഹം എന്ന പേര് പറയുന്നത്. ഇവിടെ വധുവിൻ്റെ അച്ഛൻ തൻ്റെ മകളെ വരന് സമ്മാനമായി നൽകുന്നു. ഇതാണ് കന്യാദാനം എന്ന് പറയുന്നത്. വധുവിൻ്റെ അച്ഛൻ തൻ്റെ മകളെ വരന് സമ്മാനമായി നൽകുന്നു. ഇതാണ് കന്യാദാനം. ഇതിനോടുകൂടെ ഒപ്പം സ്വർണവും വെള്ളിയും സ്ത്രീധനമായി നൽകുന്നു. ഇതിനൊരു എക്സാമ്പിള് ദശരഥനും കൗസല്യവും തമ്മിലുള്ള വിവാഹം ഇത്തരത്തിലുള്ള ബ്രഹ്മവിവാഹത്തിന് ഉദാഹരണമാണ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തതാണ് ദൈവവിവാഹം. ഇവിടെ യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ തൻ്റെ പുത്രിയെ പുരോഹിതന് ദക്ഷിണയായി നൽകുന്നു. യാഗമോ യജ്ഞമോ നടത്തുന്നയാൾ തൻ്റെ പുത്രിയെ പുരോഹിതന് ദക്ഷിണയായി നൽകുന്നു. ഇവിടെ സ്ത്രീ പുരോഹിതനെ വിവാഹം കഴിക്കുന്നു. ഇത്
അഗ്നികുണ്ഡത്തിന് മുന്നിൽ വെച്ചാണ് ഈ വിവാഹം നടത്തുക. അഗ്നികുണ്ഡത്തിന് മുന്നിൽ വെച്ചാണ് ഈ വിവാഹം നടത്തുക. അതുകൊണ്ടാണ് ഇതിനെ ദൈവ വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിവാഹമാണ് ദൈവ വിവാഹം. നെക്സ്റ്റ് മൂന്നാമത്തതാണ് ആർഷ വിവാഹം. മഹർഷികൾക്കും സന്യാസികൾക്കും അനുവദനീയമായിട്ടുള്ള വിവാഹ രീതിയാണ് ആർഷ വിവാഹം. സംസ്കൃതത്തിൽ ആർഷ എന്ന പദം ഋഷ്യ എന്ന വാക്കിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ഋഷിവര്യന്മാർക്ക് വിവാഹമോഹം ഉദിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആർഷ വിവാഹം നടക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് അവര് വധുവിൻ്റെ പിതാവിന് ഒരു പശുവിനെയോ അല്ലെങ്കിൽ കാളയെയോ നൽകും. ഇനി അല്ലെങ്കിൽ ഇവ രണ്ടിൻ്റെയും ഒരു ജോഡിയോ നൽകുന്നതാണ്. വധുവിനുള്ള വിലയോ സ്ത്രീധനമോ അല്ല ഈ നൽകുന്നത്. ഈ യാഗാനുഷ്ഠാനത്തിൻ്റെ ആവശ്യത്തിലേക്കാണ് ഈ പശുവിനെയും കാളയുമെല്ലാം നൽകുന്നത്. പുരോഹിത കുടുംബങ്ങളിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ രീതിയെ ആർഷ വിവാഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൂന്നാമത്തതാണ് ആർഷ വിവാഹം. മഹർഷികൾക്കും സന്യാസികൾക്കും അനുവദനീയമായിട്ടുള്ള വിവാഹ രീതിയാണ് ആർഷ വിവാഹം. നെക്സ്റ്റ് നാലാമത്തതാണ് പ്രജാപത്യ വിവാഹം. അഷ്ടവിവാഹങ്ങളിൽ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട വിവാഹ രീതിയാണ് പ്രജാപത്യ വിവാഹം. അതായത് ബ്രഹ്മവിവാഹത്തിന്റെ ഒരു പരിഷ്കൃത രൂപമാണ്. ഇവിടെ വരുന്നത് യോഗ്യനായ ഒരു പുരുഷന് പിതാവ് തൻ്റെ പുത്രിയെ നൽകുന്നു. യോഗ്യനായ ഒരു പുരുഷന് പിതാവ് തൻ്റെ പുത്രിയെ നൽകുന്ന വിവാഹമാണ് പ്രജാപത്യ വിവാഹം. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് അസുര വിവാഹം. ഒഴിവാക്കാനാകാത്ത ഒരു തിന്മയാണ് ഈ വിവാഹ രീതി. ഇത്തരം വിവാഹത്തിൽ വധുവിൻ്റെ മൂല്യം നിർണയിക്കുന്നു. വരൻ വധുവിൻ്റെ ബന്ധുക്കൾക്ക് പണം നൽകി വധുവിനെ സ്വന്തമാക്കുന്നു. വരൻ വധുവിൻ്റെ ബന്ധുക്കൾക്ക് പണം നൽകി വധുവിനെ സ്വന്തമാക്കുന്നു. ഈ വിവാഹ രീതിയിൽ പണത്തിനാണ് പ്രഥമ സ്ഥാനം. അതായത് പുരുഷൻ സ്ത്രീയുടെ കുടുംബക്കാർക്ക് ഒരു മൂല്യം, സ്വർണം, മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടാണ് വധുവിനെ സ്വന്തമാക്കുന്നത്. ആ ഒരു വിവാഹമാണ് അസുര വിവാഹം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആറാമത്തത് ഗാന്ധർവ വിവാഹം. മാതൃകാപരമായ വിവാഹമായിട്ടാണ് ഗാന്ധർവ വിവാഹത്തിനെ കണക്കാക്കപ്പെടുന്നത്. പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ നടക്കുന്ന വിവാഹമാണ് ഗാന്ധർവ വിവാഹം. ഈ വിവാഹത്തിന് മാതാപിതാക്കളുടെ സമ്മതം ആവശ്യമില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും പരസ്പരം കാണുകയും അവർ പരസ്പരം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് നടത്തുന്ന വിവാഹമാണ് ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഏഴാമത്തത് രാക്ഷസ വിവാഹം. ഇത് മഹാഭാരത കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വിവാഹ രീതിയാണിത്. മഹാഭാരത കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന വിവാഹ രീതിയാണിത്. അതായത് യുദ്ധത്തിൽ ജയിക്കുന്ന വ്യക്തി പരാജിതരുടെ ഭാഗത്തുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്യുന്ന രീതിയാണ്. യുദ്ധത്തിൽ ജയിക്കുന്ന വ്യക്തി പരാജിതരുടെ ഭാഗത്തുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അവരെ വിവാഹം കഴിക്കുകയും ചെയ്യുന്ന രീതിയാണ് രാക്ഷസ വിവാഹം. ചെറിയ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ കൂടെ യുദ്ധങ്ങളും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകലുകളും സാധാരണമായിരുന്ന കാലത്താണ് രാക്ഷസ വിവാഹങ്ങൾ വളരെ കൂടുതലായി നടന്നിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന രീതിയാണ് രാക്ഷസ വിവാഹം. നെക്സ്റ്റ് വരുന്നത് എട്ടാമത്തത് പൈശാചിക വിവാഹം. എട്ടാമത്തത് പൈശാചിക വിവാഹം. ഇതില് ഹൈന്ദവ വിവാഹങ്ങളിൽ ഏറ്റവും അപലപനീയവും നികൃഷ്ടവുമായിട്ടുള്ള വിവാഹ രീതിയാണ് പൈശാചിക വിവാഹം. അതായത് ഇവിടെ രാക്ഷസ വിവാഹവുമായി സാമ്യമുണ്ടെങ്കിലും പൈശാചിക വിവാഹത്തിന്റെ പ്രത്യേകത അതാണ്. രാക്ഷസ വിവാഹമായിട്ട് ഒരു സാമ്യം. അതായത് ഇവിടെ ചതിയാണ്. പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുന്ന രീതിയാണ് പൈശാചിക വിവാഹം. പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുന്ന രീതിയാണ് പൈശാചിക വിവാഹം. അപ്പൊ ഈ കാര്യങ്ങളാണ് 8 രീതിയിലുള്ള വിവാഹങ്ങളാണ് ഹിന്ദു മതത്തിലെ പരമ്പരാഗതമായിട്ടുള്ള രീതികൾ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത്
76-ാമത്തെ പേജിൽ 15-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് മാരേജ്. വിവാഹത്തിന്റെ കടമകൾ എന്തെല്ലാമാണെന്ന് ചുരുക്കി വിവരിക്കുക. പ്രധാനമായിട്ടും 4 കടമകളാണ്, അല്ലെങ്കിൽ 4 ഫങ്ഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തത് ലൈംഗിക സംതൃപ്തി, 2 സന്താന ഉൽപാദനവും കുട്ടികളെ സംരക്ഷിക്കലും, മൂന്നാമത്തത് സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും, 4ാമത്തത് വൈകാരിക പിന്തുണ. ഈ 4 കാര്യങ്ങളാണ് മാരേജിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇതിലൊന്നാമത്തത് നോക്കൂ. ഒന്നാമത്തത് ലൈംഗിക സംതൃപ്തി. വിവാഹം വഴി 2 വ്യക്തികൾക്ക് നിയമപരമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള അനുവാദം ലഭിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ നിയമം അനുസരിച്ചുകൊണ്ട് 2 ആളുകൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ഒരു മാർഗമാണ് മാരേജ്. അതുപോലെ അതേസമയം വിവാഹബന്ധത്തിന് പുറത്തുള്ള ബന്ധങ്ങളെ ഇത് വിലക്കുകയും ചെയ്യുന്നു. വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറമേയുള്ള മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടാകുവാൻ പാടില്ല. നെക്സ്റ്റ് രണ്ടാമത്തത് സന്താന ഉൽപാദനവും കുട്ടികളെ സംരക്ഷിക്കലും. വിവാഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണ് സന്താന ഉൽപാദനം. അതുവഴി നമുക്കുണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതായിരിക്കും, മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതായിരിക്കും. മാനസികമായും ശാരീരികമായും ആരോഗ്യകരമായ രീതിയിൽ വളർന്നു വരുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ധർമ്മം വിവാഹത്തിലൂടെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു. സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ തുല്യമായ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും ഉണ്ടാകുന്നതാണ്. നാലാമത്തത് വൈകാരിക പിന്തുണ. അതായത് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതായത് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറമേയുള്ള കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ ഒരു പക്വത കുറവോ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒഴിവാകും. എന്നിട്ടൊരു വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള രീതിയിൽ പരസ്പരം 2 പേരും സഹകരിച്ച് പോകുന്നതാണ്. ഈ കാര്യങ്ങളാണ് മാരേജിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് പ്രെസ്ക്രിപ്റ്റീവ് ആൻഡ് പ്രിഫറൻഷ്യൽ റൂൾസ് ഓഫ് മാരേജ്. വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ടും 4 നിയമങ്ങളാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതിൽ ഒന്നാമത്തത് പാരലൽ കസിൻ മാരേജ്. ഇതിൽ വരുന്നത് 2 സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ സഹോദരിമാരുടെ മക്കൾ തമ്മിലോ നടത്തുന്ന വിവാഹമാണ് പാരലൽ കസിൻ മാരേജ്. 2 സഹോദരങ്ങളുടെ മക്കൾ തമ്മിലോ സഹോദരിമാരുടെ മക്കൾ തമ്മിലോ നടത്തുന്ന വിവാഹമാണ് പാരലൽ കസിൻ മാരേജ്. നെക്സ്റ്റ് രണ്ടാമത്തത് ക്രോസ് കസിൻ മാരേജ്. ഇവിടെ പിതൃ സഹോദരിയുടെയോ മാതൃ സഹോദരിയുടെയോ സന്താനത്തെ വിവാഹം കഴിക്കുന്നതാണ് ക്രോസ് കസിൻ മാരേജ്. മൂന്നാമത്തത് ലെവിറേറ്റ്. സന്താനമില്ലാതെ മക്കളില്ലാതെ മരിച്ച സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്ന രീതിയാണ്. മക്കളില്ലാതെ മരിച്ച സഹോദരന്റെ ഭാര്യയെ സഹോദരൻ വിവാഹം ചെയ്യുന്നതാണ് ലെവിറേറ്റ്സ്. നെക്സ്റ്റ് നാലാമത്തത് സോറോറേറ്റ്. ഇത് മരിച്ചുപോയ ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്ന രീതിയാണ് സോറോറേറ്റ്. ഇത്തരത്തിൽ 4 റൂൾസാണ് മാരേജിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 17-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ബ്രീഫ്ലി ദ 4 ഫോംസ് ഓഫ് മുസ്ലിം മാരേജ്. മുസ്ലിം വിവാഹത്തിലെ 4 രീതികൾ ഏതെല്ലാമാണ്? മുസ്ലിം വിവാഹത്തിന് 4 രീതികളാണ് വരുന്നത്. ഒന്നാമത്തത് നിക്കാഹ്, രണ്ടാമത്തത് മുത, മൂന്നാമത്തത് ഫസിദ്, 4 ബാറ്റിൽ. ഈ 4 രീതിയിലാണ് മുസ്ലിം വിവാഹങ്ങൾ വരുന്നത്. ഇതിലൊന്നാമത്തത് നോക്കൂ, നിക്കാഹ് ഓർ സഹി നിക്കാഹ്. അതായത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള വിവാഹ രീതിയാണ് നിക്കാഹ്. ഇവിടെ സ്ത്രീയുടെയും പുരുഷന്റെയും സമ്മതത്തോടെ മുല്ല എന്ന് വിളിക്കപ്പെടുന്ന പുരോഹിതന്റെയും ഇരുഭാഗത്തു നിന്നുമുള്ള സാക്ഷികളുടെയും സാന്നിധ്യത്തിൽ നടത്തുന്ന വിവാഹമാണ് നിക്കാഹ്. അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും സമ്മതപ്രകാരം അവരുടെ മാതാപിതാക്കൾ തമ്മിൽ
അല്ലെങ്കിൽ വരനും വധുവിൻ്റെ പിതാവും തമ്മിൽ മുല്ല എന്ന് വിളിക്കുന്ന പുരോഹിതൻ, അതായത് മുസ്ലിം പണ്ഡിതൻ, മുല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഖത്തീബ് എന്ന് പറയും, അല്ലെങ്കിൽ ഗാസി എന്നൊക്കെ പറയും. ഇത്തരത്തിലുള്ള ഒരു പുരോഹിതന് രണ്ടു സാക്ഷികൾ കേൾക്കുന്ന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നടത്തുന്ന വിവാഹ രീതിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഈ വിവാഹ രീതിയാണ് നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ലോകത്ത് ഉൾപ്പെടെ പൊതുവിൽ നടന്നു വരുന്ന മുസ്ലിം സമുദായത്തിൽ ഏറ്റവും പ്രചാരമുള്ള വിവാഹ രീതിയാണ് നിക്കാഹ് എന്ന് പറയുന്നത്. ഈ വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ പൂർണ്ണ അവകാശം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ രീതിയാണ് നിക്കാഹ്. രണ്ടാമത്തത് മുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു വിവാഹ രീതിയാണ് മുത എന്ന് പറയുന്നത്. ഇതിൽ താൽക്കാലിക ബന്ധമായിട്ടുള്ള ഈ വിവാഹ രീതി അത്ര സാധാരണമല്ല. സുന്നികൾക്കിടയിൽ നിക്കാഹ് മാത്രമാണ് അംഗീകരിക്കപ്പെട്ട വിവാഹം. നമ്മൾ ഒന്നാമത്തത് പറഞ്ഞല്ലോ, അത് മാത്രമേ മുസ്ലിം സമുദായത്തിൽ അംഗീകരിക്കപ്പെട്ട വിവാഹമുള്ളൂ. മുതാ രീതിയിൽ വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹത്തിൻ്റെ കാലാവധി നിശ്ചയിക്കുന്നതാണ്. ഈ വിവാഹം അല്ലെങ്കിൽ ഈ വിവാഹബന്ധം പിന്നീട് സ്ഥിരമാക്കാവുന്നതാണ്. അതായത് ഒരു സ്ത്രീയെ ഒരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് വിവാഹം ചെയ്യുന്നു എന്ന് പറയുക. അത്തരത്തിൽ കാലാവധി നിശ്ചയിക്കുന്ന വിവാഹ ബന്ധമാണ് മുത എന്ന് പറയുന്നത്. ഈ പിന്നീട് എന്ത് വേണമെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ആ വിവാഹബന്ധം വേർപ്പെടുത്താം. ഇനി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുകയും ചെയ്യാം. പക്ഷേ ഇസ്ലാമിൽ ഇത്തരത്തിൽ ഒരു സാധൂകരിക്കുന്ന വിവാഹമല്ല ഇത്തരത്തിലുള്ള വിവാഹം എന്നുള്ളത്. നിക്കാഹ് മാത്രമേ മുസ്ലിം മതത്തിൽ, ഇസ്ലാം മതത്തിൽ ഒരു നിയമപരമായിട്ട് നടക്കുന്നുള്ളൂ. ഈ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പിതാവിൻ്റെ സ്വത്തിൽ പൂർണ്ണ അവകാശം ഉണ്ടാക്കുന്നതാണ്. നിക്കാഹിലേതുപോലെ തന്നെ ഈ പിതാവിൻ്റെ സ്വത്തവകാശം മക്കൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഭർത്താവിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ശേഷമോ ഭർത്താവ് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് സ്വത്തവകാശം ലഭിക്കും. അതേസമയം ഭാര്യയ്ക്ക് സ്വത്തവകാശം ലഭിക്കുകയില്ല. ഈ ഒരു രീതിയാണ് മുത എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് ഫസിദ്. ഫസിദ് എന്ന് പറഞ്ഞാൽ വിവാഹത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ഫസിദ് വിവാഹമാണ്. അതായത് അത് നിയമപരമായിട്ടുള്ള വിവാഹത്തിൽ പെടുകയില്ല. വിവാഹത്തിന് പാലിക്കേണ്ട ഔപചാരികതകൾ പൂർത്തീകരിക്കാത്ത വിവാഹം ക്രമമില്ലാത്തതാണ്. എക്സാമ്പിൾ പറയുന്നത് 5ാമത്തെ വിവാഹം. അതായത് ഇസ്ലാം മതനിയമപ്രകാരം 4 പേരെ 1, 2, 3, 4 ഭാര്യമാരെ അല്ലെങ്കിൽ 4 സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. 5ാമതൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് ഫാസിദായിട്ടുള്ള വിവാഹമാണ്. അതുപോലെ അന്യമതത്തിൽ നിന്നുള്ള വിവാഹം, മുസ്ലിം പുരുഷനോ സ്ത്രീയോ മറ്റു മതത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹവും ഫസിദായിട്ടുള്ള വിവാഹമാണ്. ഇനി 4ാമത്തത് ബാറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിവാഹത്തിൻ്റെ തത്വങ്ങൾ പാലിക്കാതെയുള്ള വിവാഹ രീതിയാണ് ബാറ്റിൽ. അതായത് സ്വയം ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, വിവാഹം ചെയ്യുക, അതാണ് ബാറ്റിൽ. മുസ്ലിം വിവാഹത്തിൻ്റെ മേൽ പറയപ്പെട്ട യാതൊരു തത്വങ്ങളും പാലിക്കാതെ നടത്തപ്പെടുന്ന വിവാഹത്തെയാണ് ബാറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 4 രീതിയിലുള്ള മുസ്ലിം മാരേജ്, 4 രീതിയിലാണ് മുസ്ലിം വിവാഹം വരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഡിവോഴ്സ് എമംഗ് ദ മുസ്ലിം വിവാഹമോചന രീതികളാണ് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 3 രീതിയിലാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ്, വിവാഹമോചനങ്ങൾ വരുന്നത്. ഒന്നാമത്തത് ഗുല, 2 മുബാറത്ത്, 3 തലാഖ്. ഈ 3 രീതിയിലാണ് മുസ്ലിങ്ങളുടെ ഡിവോഴ്സ്, വിവാഹമോചനം വരുന്നത്. ആദ്യം എന്താണ് ഗുല? മുസ്ലിം സമുദായത്തിലെ വിവാഹമോചന രീതികൾ 3 തരത്തിലാണ്, 3 രീതിയിലാണ്. പരസ്പര സമ്മതത്തോടെ ഭാര്യയ്ക്കും ഭർത്താവിനും ഗുല പ്രകാരമോ മുബാറത്ത് പ്രകാരമോ വിവാഹമോചനം നേടാം. അതായത് ഇവിടെ 2 പേരുടെയും സമ്മതപ്രകാരമാണ് വിവാഹമോചനം നടക്കുന്നത്.
ആ രീതിയാണ് ഗുലാ പ്രകാരം എന്ന് പറയുന്നത്. ഇനി ഗുലാ പ്രകാരം ഭാര്യയാണ് വിവാഹമോചനത്തിന് മുൻകൈയെടുക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ഗുല എന്ന് പറയുന്ന രീതിയിൽ രണ്ടുപേരുടെയും സമ്മതപ്രകാരമാണ് വിവാഹമോചനം നടത്തുന്നത്. പക്ഷേ ഇതിന് മുൻകൈയെടുക്കേണ്ടത് ആരാണ്? ഭാര്യയായിരിക്കണം മുൻകൈയെടുക്കേണ്ടത്. ഇനി മറ്റൊന്ന് മുബാറത്ത്. മുബാറത്തിൽ ഇരു കക്ഷികൾക്കും വിവാഹമോചനം ആഗ്രഹിക്കുന്നവരാകയാൽ അതിന് മുൻകൈയെടുക്കുന്നത് ഭാര്യയോ ഭർത്താവോ ആകാം. മുബാറത്തിൽ ഭാര്യയോ ഭർത്താവോ ആർക്ക് വേണമെങ്കിലും മുൻകൈയെടുക്കുവാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് കോടതി ഇടപെടലില്ലാതെ മുസ്ലിം ഭർത്താവിന് തൻ്റെ ഭാര്യയെ നിയമപ്രകാരം വിവാഹമോചനം അനുവദിക്കുന്നതിനെയാണ് തലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തലാക്ക് എന്നുള്ള രീതിയിൽ വിവാഹമോചനം നടത്തുമ്പോൾ അവിടെ മുൻകൈയെടുക്കുന്നത് ഭർത്താവാണ്. ഭർത്താവ് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുമ്പോഴാണ് തലാക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിൽ 3 രീതിയിൽ മുസ്ലിങ്ങളുടെ വിവാഹം ഡിവോഴ്സ് ചെയ്യാവുന്നതാണ്, വിവാഹമോചനം നടത്താവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് മാരേജ്. വിവാഹത്തിലെ മാറുന്ന പ്രവണതകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ആധുനിക കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വിവാഹ രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിവാഹത്തിൻ്റെ ആ ഒരു പ്രവണതയിൽ, ആ ഒരു ചിന്താഗതിയിലെല്ലാം ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിയമനിർമ്മാണം, വിദ്യാഭ്യാസം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം തുടങ്ങിയ ഘടകങ്ങൾ ഹിന്ദു വിവാഹ സമ്പ്രദായത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. യുക്തിവാദം, വ്യക്തിവാദം, സ്ത്രീ പുരുഷ സമത്വം, വ്യക്തി സ്വാതന്ത്ര്യം, ജനാധിപത്യം തുടങ്ങിയ ആധുനിക മൂല്യങ്ങളും പാശ്ചാത്യ ആശയങ്ങളും ചെറുപ്പക്കാരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുകയും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം നമുക്ക് എന്താണോ തോന്നുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് യുക്തിവാദത്തിൽ വരുന്നത്. അതുപോലെ വ്യക്തിവാദം, ഓരോ വ്യക്തികൾക്കും തോന്നുന്നതിനനുസരിച്ച് ചെയ്യുന്നതാണ് വ്യക്തിവാദം എന്ന് പറയുന്നത്. മറിച്ചൊന്നാണ് സ്ത്രീ പുരുഷ സമത്വം. ഇന്ന് ഈ ലിംഗസമത്വം വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, ഓരോ വ്യക്തികൾക്കുമുള്ള നിയമം അനുശാസിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ജനാധിപത്യം തുടങ്ങിയ ആധുനിക മൂല്യങ്ങളും അതുപോലെ തന്നെ പാശ്ചാത്യ ആശയങ്ങൾ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്നു വരുന്ന ആശയങ്ങളെല്ലാം ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെയും കേരളത്തിലെയും ഉൾപ്പെടെയുള്ള പുരുഷന്മാരെയും ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരുടെയും കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുകയും അവരുടെ കാഴ്ചപ്പാടിൽ ഒരു പരമ്പരാഗതമായിട്ടുള്ള മുമ്പുണ്ടായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും ധാരാളം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് വിവാഹം, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ജീവിതത്തിലെ പ്രധാന സന്ദർഭങ്ങളിൽ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചു. അവരുടേതായിട്ടുള്ള ഒരു സ്വന്തമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ ഈ കാര്യങ്ങളിൽ വിവാഹം, വിദ്യാഭ്യാസം, തൊഴിൽ ഈ 3 കാര്യങ്ങളിലും ഓരോ ആളുകളുടെയും, സ്ത്രീകളുടേതാണെങ്കിലും പുരുഷന്മാരുടേതാണെങ്കിലും അവരുടേതായ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് സ്വീകരിച്ചു വരുന്നത്. പലപ്പോഴും എല്ലാവരും അല്ലട്ട, മിക്ക അല്ലെങ്കിൽ കൂടുതലായിട്ടും അല്ലെങ്കിൽ അങ്ങനെ കണ്ടുവരുന്നുണ്ട്. വ്യവസായവൽക്കരണത്തോടെ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തൊഴിൽ ചെയ്യുവാനും സമ്പാദിക്കുവാനും തുടങ്ങി. അതായത് പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ജോലിക്ക് പോയി തുടങ്ങി. ഇത് സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തി. ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് സമൂഹത്തിൽ ഒരു നിലവാരം, സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. അതുപോലെ വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിത നിലവാരത്തിലും മാറ്റം വരും. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും ഉയർത്തുകയും ഈ വക സംഭവങ്ങൾ വിവാഹമെന്ന സ്ഥാപനത്തെയും കാര്യമായി ബാധിച്ചു. വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും വിവാഹ രീതികളിൽ മാറ്റം വരുത്തി. നഗരങ്ങളുടെ വളർച്ചയും നഗരങ്ങളുടെ ചുറ്റുപാടുകളും കുടുംബം, വിവാഹം എന്നീ സ്ഥാപനങ്ങളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തി. അതായത് നഗരങ്ങൾ വളർന്നപ്പോൾ ധാരാളം ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അതുപോലെ തന്നെ ജോലിയുള്ള ആളുകളെല്ലാം നഗരങ്ങളിൽ തന്നെ ജീവിക്കുവാൻ തുടങ്ങി.
അപ്പോൾ ഭർത്താവിന് ജോലി നഗരങ്ങളിലാണെങ്കിൽ അവിടേക്ക് എന്ത് ചെയ്യുക, ഭാര്യയെയും കൂടെ താമസിപ്പിക്കുമല്ലോ. അതുപോലെ തന്നെ ഭാര്യയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രണ്ടുപേരും അവിടെയായിരിക്കും. അപ്പോൾ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് അവർ മാറി താമസിക്കുകയും ഇത്തരത്തിൽ നഗരവൽക്കരണവും വ്യവസായവൽക്കരണം വന്നതോടുകൂടെ വിവാഹത്തിലും കുടുംബജീവിതത്തിലുമെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ 12ാമത്തെ മാരേജ്, വിവാഹം എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. ക്ലാസ് പൂർണ്ണമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക, എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.